തമിഴ്നാട് ആന്ധ്ര തീരങ്ങളിൽ നാശം വിതച്ച വർധ ചുഴലിക്കാറ്റ് ചെന്നൈ കടന്നു. എങ്കിലും കാറ്റും മഴയും വീണ്ടും ശക്തിപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. ആന്ധ്ര, തമിഴ്നാട്, പുതുച്ചേരി തീരങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കടുത്ത കാറ്റും മഴയും കാരണം ചെന്നൈ വിമാനത്താവളം അടച്ചിട്ടു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട വർധ ചെന്നൈയിൽ വൻ നാശം വിതച്ച് കവർന്നെടുത്തത് 2 ജീവനുകളാണ്. ചെന്നൈയിലെ തിരുവള്ളൂർ, കാഞ്ചീപുരം ജില്ലകളിലാണ് ഇന്നുച്ചയോടെ വർധ പ്രധാനമായും ആഞ്ഞുവീശിയത്. മണിക്കൂറിൽ 130 മുതൽ 150 കിലോമീറ്റർ വേഗത്തിലായിരുന്നു വർധ തീരത്തേക്കടുത്തത്. ചുഴലിക്കാറ്റ് ആഞ്ഞുവീശിയതോടെ തമിഴ്നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ റെയിൽ, റോഡ്, വ്യോമഗതാഗതങ്ങൾ താറുമാറായി. കാറ്റിന്റെ വേഗത കൂടിയതോടെ വൻ കെട്ടിടങ്ങളും മരങ്ങളും നിലം പതിച്ചു. കാറ്റിന്റെ ശക്തി കൂടുന്നതിനാൽ ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്നും അധികൃതർ നിർദ്ദേശം നൽകി. കാറ്റ് നാശനഷ്ടങ്ങൾ വിതച്ചതോടെ ചെന്നൈയിൽ നിന്ന് വിവിധ പ്രദേശങ്ങളിലേക്ക് പുറപ്പെടേണ്ട നിരവധി ട്രെയിനുകൾ റദ്ദു ചെയ്തു. അടുത്ത 36 മണിക്കൂർ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകരുതെന്നും ദുരന്ത നിവാരണ സേന നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും സർക്കാർ അറിയിച്ചു. സാഹചര്യങ്ങൾ നേരിടുവാൻ 200-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകളും സർക്കാർ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. വർധ ചുഴലിക്കാറ്റ് വീശുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളതിനാൽ സ്കൂളുകളും സർക്കാർ ഓഫീസുകൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു. അതിനാൽ വൻ ദുരന്തമൊഴിവായി. വർധ ചെന്നൈയിലും തീരപ്രദേശങ്ങളിലും ആഞ്ഞുവീശി ആന്ധ്രയുടെ തീരത്തേക്കാണ് വീശിയകന്നത്. എന്നാൽ ഇതുവരെയും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആന്ധ്രയിലും ദുരിതാശ്വാസത്തിനു വേണ്ട എല്ലാ സാഹചര്യങ്ങളും സജ്ജമാക്കി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. വർധ കൊടുങ്കാറ്റിനെ തുടർന്നുണ്ടായ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. തമിഴ്നാട്ടിലെ ജനജീവിതം സാധാരണ നിലയിലാക്കാൻ എല്ലാ സഹായവും മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തു. തമിഴ്നാട്ടിലെ മലയാളികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന് മുഖ്യമന്ത്രി തമിഴ്നാട് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ശബരിമല തീർത്ഥാടകർക്കുള്ള നാട്ടിലേക്ക് പോകുന്നതിനുള്ള പുനഃക്രമീകരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ദില്ലി ഉൾപ്പെടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മൂടൽമഞ്ഞ് ശക്തമായി. കേരള എക്സ്പ്രസ് ഉൾപ്പെടെ മിക്ക ട്രെയിനുകളും വൈകിയാണ് ഓടിയത്. അന്താരാഷ്ട്ര വിമാന സർവീസുകളടക്കം സമയം പുനഃക്രമീകരിച്ചു. അടുത്ത കാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും ശക്തമായ മൂടൽമഞ്ഞാണ് ദില്ലിയിൽ അനുഭവപ്പെടുന്നത്. 150 മീറ്ററിൽ താഴെയാണ് മൂടൽമഞ്ഞിലെ പരമാവധി കാഴ്ചപരിധി. സ്വകാര്യ വാഹനങ്ങളുമായി നിരത്തിലിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ്. മൂടൽമഞ്ഞ് ശക്തമായതോടെ കേരള എക്സ്പ്രസ് ഉൾപ്പെടെ 70ഓളം ട്രെയിൻ സർവീസുകൾ വൈകിയാണ് ഓടിയത്. 6ഓളം ട്രെയിനുകൾ റദ്ദാക്കി. 28 ട്രെയിൻ സർവീസുകളുടെ സമയം പുനഃക്രമീകരിച്ചു. ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഒരു അന്താരാഷ്ട്ര വിമാന സർവീസും 6 ആഭ്യന്തര സർവീസുകളും വൈകി. വരുന്ന ദിവസങ്ങളിലും മൂടൽമഞ്ഞ് കൂടുതൽ ശക്തമാകാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ട് നൽകി. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളും അതിശൈത്യത്തിന്റെ പാതയിലേക്കാണ് നീങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സഹകരണ മേഖല തകർക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യച്ചങ്ങല നടത്താൻ LDF യോഗം തീരുമാനിച്ചു. ഈ മാസം 29-ന് വൈകിട്ടാവും പരിപാടി നടത്തുക. മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താനും യോഗം തീരുമാനിച്ചു. സഹകരണ മേഖല നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കാൻ LDF സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഡിസംബർ 29-ന് വൈകിട്ട് 5 മണിക്ക് കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ ബഹുജനങ്ങളെ അണിനിരത്തും. പ്രചരണത്തിന്റെ ഭാഗമായി ഡിസംബർ 20-ന് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ജനകീയ കൺവെൻഷൻ ചേരും. 22-ന് കാൽനട പ്രചരണ ജാഥകളും 27, 28 തീയതികളിൽ വീടുകൾ കയറിയുള്ള പ്രചരണ പ്രവർത്തനവും നടത്തും. നമ്മുടെ നാട്ടിൽ ഈ ജനകീയ പ്രശ്നങ്ങൾ നാട്ടിലെ ജനങ്ങളുടെ ആകെ മുമ്പിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഡിസംബർ 29-ാം തീയതി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഒരു മനുഷ്യച്ചങ്ങല തീർക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളായി എല്ലാ വിഭാഗം ജനങ്ങളെയും എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും പങ്കെടുപ്പിക്കണം എന്നുമാണ് താല്പര്യപ്പെടുന്നത്. പ്രതിപക്ഷം സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ മനുഷ്യച്ചങ്ങലയിൽ അവരെയും ഭാഗവാക്കാക്കും. നിലമ്പൂരിലെ മാവോയിസ്റ്റുകളുടെ ഏറ്റുമുട്ടൽ കൊലപാതകം LDF യോഗം ചർച്ച ചെയ്തില്ലെന്ന് വൈക്കം വിശ്വൻ പറഞ്ഞു. പിണറായിക്കെതിരെ മധ്യപ്രദേശിൽ നടന്ന സംഭവത്തിൽ LDF സംസ്ഥാന സമിതി യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നോട്ട് അസാധുവാക്കലിനു ശേഷം ഇതുവരെ റിസർവ് ബാങ്കിന് പുറത്തിറക്കാനായത് 5 ലക്ഷം കോടി രൂപയുടെ പുതിയ നോട്ടുകൾ മാത്രം. അസാധുവാക്കിയ നോട്ടുകളുടെ മൂല്യത്തിന്റെ 1/3 ഇത്. പ്രധാനമന്ത്രി പറഞ്ഞ സമയപരിധി ഡിസംബർ 30-ന് അവസാനിക്കാനിരിക്കെ വരും ദിവസങ്ങളിൽ കറൻസി ദൗർബല്യം കൂടുതൽ രൂക്ഷമായേക്കും.
നവംബർ 8-ന് പ്രധാനമന്ത്രി അപ്രതീക്ഷിത പ്രഖ്യാപനത്തിലൂടെ അസാധുവാക്കിയത് 15.5 ലക്ഷം കോടി രൂപ മൂല്യം വരുന്ന 1000, 500 രൂപ നോട്ടുകൾ. പ്രഖ്യാപനം കഴിഞ്ഞ് 33 ദിവസം പിന്നിട്ടപ്പോഴേക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പുറത്തിറക്കാനായത് 5 ലക്ഷം കോടി രൂപയുടെ പുതിയ കറൻസികൾ മാത്രം. അസാധുവാക്കിയ നോട്ടുകളുടെ 1/3 അസാധുവാക്കുന്നതിന് മുൻപേ ബാങ്കുകളിൽ ഉണ്ടായിരുന്ന 2 ലക്ഷം കോടി രൂപയുടെ കറൻസികൾ കൂടി ചേർത്താൽ 7 ലക്ഷം കോടിയുടെ കറൻസികൾ മാത്രമാണ് ഇപ്പോൾ വിനിമയം നടക്കുന്നത്. പ്രതിദിനം 12,000 കോടി മുതൽ 15,000 കോടി രൂപയുടെ കറൻസികൾ വരെ അച്ചടിക്കാനുള്ള ശേഷിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കുള്ളത്. ഇത് പരിഗണിച്ചാൽ ഡിസംബർ 30 വരെ 2.5 ലക്ഷം കോടി രൂപയുടെ പുതിയ നോട്ടുകൾ കൂടി മാത്രമായിരിക്കും പുറത്തിറക്കാൻ കഴിയുക. നിലവിലുള്ള 7 ലക്ഷം കോടിയും പുതുതായി അച്ചടി പ്രതീക്ഷിക്കുന്ന 2.5 ലക്ഷം കോടിയും ചേർത്താൽ ഡിസംബർ 30 ആവുമ്പോഴേക്കും 9.5 ലക്ഷം കോടിയുടെ കറൻസിയാണ് പരമാവധി പുറത്തിറക്കാനാവുക. നോട്ട് നിരോധനത്തിന് മുൻപ് 17.5 ലക്ഷം കോടിയുടെ കറൻസി ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഡിസംബർ 30 ആവുമ്പോഴേക്കും ഉണ്ടാവുക പകുതിയോളം, അതായത് 9.5 ലക്ഷം കോടിയുടെ കറൻസികൾ മാത്രമാകും. പകുതിയോളം കറൻസിയുടെ കുറവ് വരുന്നത് സമ്പദ്ഘടനയ്ക്ക് ഗുരുതര ആഘാതം ഏൽപ്പിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ജനുവരി 1 അടുക്കുമ്പോഴേക്കും സർക്കാർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അടുത്ത മാസത്തെ ശമ്പളം കൊടുക്കുക എന്നുള്ളതാണ്. ആ ശമ്പളത്തിന് കറൻസി ആവശ്യമാണ്. ആ കറൻസി എത്രയും വേഗം അടിച്ചു തീർക്കാനുള്ള ഒരു തത്രപ്പാട്, ഒരു പരിഭ്രാന്തമായ ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡിസംബർ 30 ആകുമ്പോഴേക്കും എല്ലാ പ്രതിസന്ധിയും പരിഹരിക്കുമെന്നും പിന്നീട് മാറ്റം കണ്ടറിയാമെന്നുമാണ് പ്രധാനമന്ത്രിയുടെ ഉറപ്പ്. എന്നാൽ ആ മാറ്റം സമ്പദ്ഘടനയ്ക്ക് അനുകൂലമാകില്ല എന്നതിലേക്കാണ് നിലവിലെ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത്. ദില്ലിയിൽ നിന്നും എം സന്തോഷ്. ഭക്ഷ്യ എണ്ണ കയറ്റുമതിയുടെ മറവിൽ കൊച്ചിയിലെ വ്യവസായിയുടെ അക്കൗണ്ടിലേക്ക് ബൾഗേറിയയിൽ നിന്നെത്തിയ 55 കോടി രൂപ കണ്ടുകെട്ടാൻ എൻഫോഴ്സ്മെന്റ് ശുപാർശ. കൊച്ചി എളമക്കര സ്വദേശി ജോസ് ജോർജിന്റെ ഉടമസ്ഥതയിലുള്ള ട്രേഡ് ഇന്റർനാഷണൽ എന്ന കയറ്റുമതി കമ്പനിക്ക് ഇത്രയും വലിയ കയറ്റുമതി ഓർഡർ ലഭിച്ചത് സംശയകരമാണെന്നാണ് ആദായനികുതി വകുപ്പിന്റെ നിഗമനം. ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് കൊച്ചി എളമക്കര സ്വദേശി ജോസ് ജോർജിന്റെ വെല്ലിംഗ്ടൺ ഐലൻഡിലെ SBI ബ്രാഞ്ചിലെ അക്കൗണ്ടിലേക്ക് 55 കോടി രൂപ എത്തിയത്. ഇതിൽ 29.5 കോടി രൂപ ഇദ്ദേഹം ഭാര്യയുടെയും ബന്ധുക്കളുടെയും പേരിലേക്ക് മാറ്റുകയും ചെയ്തു. ഇടപാടിൽ സംശയം തോന്നിയ ബാങ്ക് അധികൃതർ കസ്റ്റംസിനെയും ആദായനികുതി വകുപ്പിനെയും വിവരമറിയിക്കുകയും ചെയ്തു. ഹാർബർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങുകയും ചെയ്തിരുന്നു. ഇതിനു പുറമെ കസ്റ്റംസും ആദായനികുതി വകുപ്പും അന്വേഷണം നടത്തി. വിവിധ അന്വേഷണ ഏജൻസികൾക്ക് ജോസ് ജോർജ് നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പണം താൽക്കാലികമായി കണ്ടുകെട്ടാൻ എൻഫോഴ്സ്മെന്റ് ഇപ്പോൾ നടപടി തുടങ്ങിയിരിക്കുന്നത്. ബൾഗേറിയയിലെ സ്വസ്ത-ഡി എന്ന കമ്പനിക്കായി 10 ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യ എണ്ണ കയറ്റുമതി ചെയ്തുവെന്നാണ് ജോസ് ജോർജിന്റെ അവകാശവാദം. എന്നാൽ ഇത് സംബന്ധിച്ച രേഖകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ രേഖകളിൽ പറയുന്ന സ്വസ്ത-ഡി കമ്പനി നിലവിലുണ്ടോ എന്ന കാര്യവും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ ആദായനികുതി വകുപ്പ് അന്വേഷിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാർത്തകളിലേക്ക്. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്കായി ഈ വർഷം 300 കോടി രൂപ സർക്കാർ വകയിരുത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചെറിയ സംസ്ഥാനം എന്ന നിലയിൽ കേരളം വലിയ തുകയാണ് സ്റ്റാർട്ടപ്പുകൾക്ക് വകയിരുത്തിയിട്ടുള്ളതെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും പിണറായി പറഞ്ഞു. ഏതൊരു വിദ്യാർത്ഥിക്കും സാങ്കേതിക വിദ്യ അറിയാവുന്ന തരത്തിൽ IT മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമാണ് സംഭവിക്കുന്നത്. മാറ്റങ്ങൾ ക്രമാനുഗതമാകണമെന്നും തല്ലിപ്പഴിപ്പിച്ച് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചാൽ ഗുണമുണ്ടാകില്ലെന്നും പിണറായി പറഞ്ഞു. IBS സോഫ്റ്റ്വെയറിന്റെ കൊച്ചിയിലെ നിർദ്ദിഷ്ട ഓഫീസ് ക്യാമ്പസിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതര സംസ്ഥാന തൊഴിലാളികളോടുള്ള മനോഭാവത്തിൽ ഗുണപരമായ മാറ്റം വരുത്താൻ കഴിയണമെന്ന് മുഖ്യമന്ത്രി. അവരോടുള്ള വിവേചനം മനുഷ്യാവകാശ ലംഘനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അവരുടെ കർമ്മശേഷി കേരളത്തിന്റെ പൊതുവികസനത്തിനായി പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി ആരംഭിക്കുന്ന സാക്ഷരതാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പെരുമ്പാവൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നാടിന്റെ പൊതുവികസനത്തിനായി ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കർമ്മശേഷി പ്രയോജനപ്പെടുത്താൻ കഴിയണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിഭവശേഷി ഉപജീവനത്തിനായി വിനിയോഗിക്കാൻ നമുക്കാവണം. അങ്ങനെ നോക്കിയാൽ ഇവിടെ ജീവിക്കുന്നവരെന്ന നിലക്ക് അവർ നമ്മുടെ കേരളീയരായിട്ട് മാറുകയാണ്. അവരുടെ ക്ഷേമവും സംരക്ഷണവും ഉറപ്പാക്കാൻ ഏറ്റവും പ്രധാന കടമയായി നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ചിലർ ഇവരെ അന്യരായി കാണുകയാണ്. ഇതിനു പിന്നിൽ പ്രാദേശികവാദമുണ്ടെന്നും അത് മനുഷ്യാവകാശ ലംഘനമാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. കാരണം ചിലയിടത്ത് നാട്ടുകാർ അവരെ അന്യരായി കണക്കാക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ ഒരുതരം പ്രാദേശികവാദമാണ് നിലനിൽക്കുന്നത്. ഇത്തരത്തിലുള്ള സങ്കുചിത കാഴ്ചപ്പാട് മനുഷ്യാവകാശ ലംഘനവും കൊടിയ വിവേചനങ്ങളുമാണ് ഉണ്ടാക്കുന്നത്.
ഇതര സംസ്ഥാന തൊഴിലാളികൾക്കുള്ള സാക്ഷരതാ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പെരുമ്പാവൂരിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മലയാളത്തിലോ ഹിന്ദിയിലോ തൊഴിലാളികളെ സാക്ഷരരാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. കൂടാതെ നിയമം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി വിവിധ വിഷയങ്ങളിലും കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യങ്ങളെ സംബന്ധിച്ചും തൊഴിലാളികളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതും പദ്ധതിയുടെ ലക്ഷ്യമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ചലച്ചിത്രോത്സവ കാഴ്ചകൾ. IFFKയിൽ ദേശീയ ഗാനാലാപനത്തിനിടയിൽ എഴുന്നേറ്റ് നിൽക്കാത്തതിന് 6 പേരെ കസ്റ്റഡിയിലെടുത്തു. ചലച്ചിത്ര പ്രദർശനത്തിനിടെ ദേശീയ ഗാനം തുടങ്ങിയപ്പോൾ എഴുന്നേറ്റ് നിൽക്കാത്തതിനെ തുടർന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. നിശാഗന്ധി ക്ലാഷ് എന്ന സിനിമയുടെ പ്രദർശനത്തിനിടെയായിരുന്നു സംഭവം. രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സിനിമാ പ്രദർശനത്തിനിടെ തിയേറ്ററിൽ ദേശീയഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാതിരുന്ന 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വൈകിട്ട് 6 മണിക്ക് നിശാഗന്ധിയിൽ ഈജിപ്ഷ്യൻ ചിത്രമായ ക്ലാഷിന്റെ പ്രദർശനത്തിനിടെയാണ് പ്രതിഷേധമുണ്ടായത്. അറസ്റ്റിലായവരുടെ പേരിൽ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. രാജ്യാന്തര ചലച്ചിത്രമേളയോടനുബന്ധിച്ച് നിശാഗന്ധി തിയേറ്ററിലാണ് ദേശീയഗാനത്തെ അപമാനിച്ചു എന്നാരോപിച്ച് 6 പേരെ പോലീസ് പിടികൂടി അറസ്റ്റ് ചെയ്തത്. ഈജിപ്ഷ്യൻ ചിത്രമായ ക്ലാഷിന്റെ പ്രദർശനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ദേശീയഗാനം മുഴങ്ങിയപ്പോൾ ചിലർ സീറ്റിലിരിക്കുകയായിരുന്നു. ഇത് സമീപത്തുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്ന തുടർന്നാണ് പ്രശ്നങ്ങളുടെ തുടക്കം. കൂടുതൽ പോലീസ് എത്തി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു മാറ്റി. 5 പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് അറസ്റ്റിലായത്. ദേശീയഗാനം മുഴങ്ങുമ്പോൾ ചില കാണികൾ എഴുന്നേറ്റ് നിൽക്കുന്നില്ല എന്ന് കാട്ടി യുവമോർച്ച DGPക്ക് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് പ്രതിഷേധക്കാരെ പിടികൂടാൻ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് DGP നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് ഉണ്ടായത്. അറസ്റ്റിലായവരുടെ പേരിൽ കോടതി ഉത്തരവ് പാലിച്ചില്ല എന്ന കുറ്റം ചൂണ്ടിക്കാട്ടി മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അറസ്റ്റിലായവരെ പോലീസ് ജാമ്യത്തിൽ വിട്ടയച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. റോഡ്, പാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനായി സോഷ്യൽ ഓഡിറ്റ് കമ്മിറ്റികൾ രൂപീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി G. സുധാകരൻ. സംസ്ഥാന, ജില്ലാ, നിയമസഭാ മണ്ഡല തലങ്ങളിലാണ് കമ്മിറ്റികൾ രൂപീകരിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനെ തടഞ്ഞ സംഭവത്തിൽ പ്രധാനമന്ത്രി മധ്യപ്രദേശ് മുഖ്യമന്ത്രിയെ ശാസിക്കണമെന്നും അദ്ദേഹത്തിന് ഭാരതീയ സംസ്കാരം അറിയില്ലെന്നും G. സുധാകരൻ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. എല്ലാ വർക്കുകളും സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കും. സോഷ്യൽ ഓഡിറ്റിൽ എക്സ്പെർട്ടുകളുണ്ടാവും, എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. പക്ഷെ അവർ മാത്രമല്ല, പഞ്ചായത്ത് പ്രസിഡന്റ് കാണാം, ജില്ലാ പ്രസിഡന്റ് കാണാം, മുനിസിപ്പൽ ചെയർമാൻ കാണാം. അങ്ങനെയുള്ള ജനപ്രതിനിധികളും മറ്റ് എക്സ്പെർട്ടുകളും അടങ്ങുന്ന സോഷ്യൽ ഓഡിറ്റ്. ഇപ്പോൾ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലൊരു സോഷ്യൽ ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടാക്കാൻ പോവാണ്. അങ്ങനെ ഒരു സ്റ്റേറ്റിലൊരു കമ്മിറ്റി, ജില്ലയിലൊരു കമ്മിറ്റി, അസംബ്ലി മണ്ഡലം തോറും ഓരോ കമ്മിറ്റികൾ. അപ്പോൾ ആ പരിശോധന വരുന്നതോടുകൂടി കുറേ കൂടി ജാഗ്രത വരും. നിർമ്മിച്ച് കഴിയുമ്പോൾ മാത്രമല്ല, നിർമ്മിക്കുന്ന സമയം മുതലേ പരിശോധന വേണം. ഭോപ്പാലിൽ കേരള മുഖ്യമന്ത്രിയെ തടഞ്ഞ സംഭവം ഫാസിസമെന്ന് ചെന്നിത്തല. സംഘപരിവാർ നിലപാട് ദുരുദ്ദേശപരമെന്നും കുമ്മനത്തിന്റെ നിലപാട് ഫെഡറൽ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണെന്നും ചെന്നിത്തല പ്രതികരിച്ചു. ഭോപ്പാലിൽ അദ്ദേഹത്തെ RSS BJP പ്രവർത്തകർ മലയാളി അസോസിയേഷന്റെ യോഗത്തിൽ പങ്കെടുക്കാൻ സമ്മതിക്കാതെ അദ്ദേഹത്തെ തടഞ്ഞ നടപടി തികഞ്ഞ ഫാസിസമാണ്. ഒരു ജനകീയ മുഖ്യമന്ത്രിയെ ഒരു സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കില്ല എന്നുള്ള വാശി സംഘപരിവാർ ശക്തികൾക്കുണ്ടായത് തികച്ചും ദൗർഭാഗ്യകരമാണ്. അപ്പം അതൊന്നും ഒരു ശരിയായ നടപടിയായി അതിനെയൊക്കെ ന്യായീകരിക്കുന്ന കുമ്മനം രാജശേഖരൻ്റെ നിലപാട് വളരെ വളരെ ദൗർഭാഗ്യകരമാണ്. അത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തോടുള്ള ഒരു വെല്ലുവിളിയാണ്.